നമസ്കാരം. കേരള വിഷൻ ടൈം ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടേൺ ഓവർ ആദ്യമായി 5000 കോടിക്ക് മുകളിലെത്തിയെന്ന മന്ത്രി പി രാജീവ്. സിൽക്ക് സുവർണ ജൂബിലി ആഘോഷം ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാശാമുക് ഭാരത് അഭിയാനുമായി സഹകരിച്ച സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന തോൽപ്പാവക്കൂത്ത് പാവനാടകവണ്ടി ജില്ലയിൽ യാത്ര തുടങ്ങി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിലെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട്. ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മാനവികതയും നിഷ്ഠൂരമായി അടിച്ചമർത്തിയ അധികാരഗർവിന്റെ അടയാളപ്പെടുത്തൽ. ജയറാം പടിക്കൽ എന്ന പോലീസ് ഓഫീസറെ വകവരുത്താനെത്തിയ സംഘത്തെ പിടികൂടിയത് ചേർത്തലയിലാണ്. അന്ന് ചേർത്തല SI ആയിരുന്ന പ്രഭാകരനാണ് ആ ആക്രമണ ദൗത്യം തകർത്തത്. അടിയന്തരാവസ്ഥയിലെ പീഡനങ്ങളുടെ ആഘാതത്തിൽ നിന്ന് മോചിതയാകാത്ത ഒരു വീട്ടമ്മ ഇപ്പോഴുമുണ്ട്. ചേർത്തല മുനിസിപ്പൽ 23-ാം വാർഡിൽ ശകുന്തളാലയം കിഴക്കേ മാതാപ്പള്ളി ശകുന്തളയാണ് ആ വീട്ടമ്മ. വിശദമായ വാർത്തകളിലേക്ക്. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടേൺ ഓവർ ആദ്യമായി 5000 കോടിക്ക് മുകളിലായി എന്ന മന്ത്രി പി രാജീവ്. സിൽക്ക് സുവർണ ജൂബിലി ആഘോഷം ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. പൊതുമേഖലയെ ശക്തിപ്പെടുത്തുക, മത്സരക്ഷമമാക്കുക, ലാഭകരമാക്കുക, ഇതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. സർക്കാർ ഡിപ്പാർട്ട്മെന്റ് പോലെ പ്രവർത്തിക്കേണ്ടവയല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾ. കമ്പനി നിയമം അനുസരിച്ച് ലാഭമുണ്ടാക്കി തന്നെ പ്രവർത്തിക്കേണ്ടവയാണ്. അതിനാവശ്യമായിട്ടുള്ള പിന്തുണ സർക്കാർ നൽകുന്നുണ്ട്. ഈ വർഷം കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടേൺ ഓവർ ആദ്യമായി 5000 കോടിക്ക് മുകളിലേക്ക് കിടന്നു എന്നുള്ളത് ഏറെ അഭിമാനകരമാണ്. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിറ്റുവരവ് ആദ്യമായി 5000 കോടി കവിഞ്ഞെന്ന് നിയമ വ്യവസായ കയർ വകുപ്പ് മന്ത്രി പി രാജീവ് പറഞ്ഞു. പൊതുമേഖലാ സ്ഥാപനമായ സ്റ്റീൽ ഇൻഡസ്ട്രിയൽസ് കേരള ലിമിറ്റഡിന്റെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ചടങ്ങിൽ PP ചിത്തരഞ്ജൻ MLA അധ്യക്ഷത വഹിച്ചു. സിൽക്ക് ചെയർമാൻ അഡ്വക്കേറ്റ് മുഹമ്മദ് ഇക്ബാൽ, മാനേജിംഗ് ഡയറക്ടർ TT ഉല്ലാസ് കുമാർ, GM ഷൈനി ജോസ് തറയിൽ, K അജിത് കുമാർ, അഡ്വക്കേറ്റ് ഷെരീഫ് മറയ്ക്കാർ, CB ചന്ദ്രബാബു, VT ജോസഫ്, P സുരേഷ്, ശശികുമാർ ചെറുകോൽ, K സുദർശനാബായി, B ബാബു, K അബ്ദുൽ സത്താർ, സീമ ദിലീപ്, B സലീം തുടങ്ങിയവർ സംസാരിച്ചു. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാശാമുക് ഭാരത് അഭിയാനുമായി സഹകരിച്ച സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന തോൽപ്പാവക്കൂത്ത് പാവനാടകവണ്ടി ജില്ലയിൽ യാത്ര തുടങ്ങി. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാശാമുക് ഭാരത് അഭിയാനുമായി സഹകരിച്ച സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന തോൽപ്പാവക്കൂത്ത് പാവനാടകവണ്ടി ജില്ലയിൽ യാത്ര തുടങ്ങി. വർദ്ധിച്ചുവരുന്ന ലഹരി ഉപയോഗവും അതുമായി ബന്ധപ്പെട്ട സാമൂഹ്യ പ്രശ്നങ്ങളും ചെറുക്കുക എന്ന ലക്ഷ്യത്തോടെ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലെ സ്കൂളുകൾ, കോളേജുകൾ, പൊതുസ്ഥലങ്ങൾ എന്നിവിടങ്ങളിലാണ് നാടകവണ്ടി പര്യടനം നടത്തുക. പര്യടന വണ്ടിയുടെ ഫ്ളാഗ് ഓഫ് കളക്ടറേറ്റിൽ ജില്ലാ കളക്ടർ അലക്സ് വർഗീസ് നിർവഹിച്ചു. ലഹരി ബോധവൽക്കരണത്തിന്റെ ഭാഗമായി സ്കൂളുകളിൽ പോസ്റ്റർ, സിഗ്നേച്ചർ ക്യാമ്പയിനുകൾ ജില്ലാ ഭരണകൂടത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ആദ്യ പ്രദർശനം കാണുന്നതിന് നിരവധി പേർ കളക്ടറേറ്റിലെത്തി. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനമായ ജൂൺ 26-ന് ലിയോ 13th ഹയർ സെക്കൻഡറി സ്കൂളിൽ പര്യടനം സമാപിക്കും. ടൈം ന്യൂസ്, ആലപ്പുഴ. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രത്തിലെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട്. ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മാനവികതയും നഷ്ടമായി അടിച്ചമർത്തിയ അധികാര ഗർവിന്റെ അടയാളപ്പെടുത്തൽ. 1975 ജൂൺ 25-നാണ് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ലോകസഭാംഗത്വം അലഹബാദ് ഹൈക്കോടതി റദ്ദാക്കിയപ്പോൾ അതിനെ മറികടക്കാനായി കൊണ്ടുവന്നതായിരുന്നു അടിയന്തരാവസ്ഥ. രാഷ്ട്രപതി ആയിരുന്ന ഫക്രുദ്ദീൻ അലി അഹമ്മദ് കേന്ദ്ര മന്ത്രിസഭയുടെ ശുപാർശയ്ക്ക് അംഗീകാരം നൽകിയതോടെ അർദ്ധരാത്രിയിൽ അടിയന്തരാവസ്ഥ നിലവിൽ വന്നു. മണിക്കൂറുകൾക്കകം രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാക്കൾ അറസ്റ്റിലായി. മൊറാർജി ദേശായി, ചന്ദ്രശേഖർ, AB വാജ്പേയി, LK അദ്വാനി, ജോർജ് ഫെർണാണ്ടസ്, ചരൺ സിംഗ്, AKG തുടങ്ങിയ നേതാക്കൾ നേരം പുലരും മുമ്പേ അറസ്റ്റിലായി. ജയപ്രകാശ് നാരായണനെയും ജയിലിലടച്ചു. പൗരാവകാശങ്ങൾ പരക്കെ ചവിട്ടി മെതിക്കപ്പെട്ടു. RSS പോലെയുള്ള പ്രസ്ഥാനങ്ങളെ നിരോധിച്ചു. പത്രങ്ങൾക്ക് സെൻസർഷിപ്പ് ഏർപ്പെടുത്തി. പൊതുയോഗങ്ങളും പ്രകടനങ്ങളും വിലക്കി. തൊഴിലാളി യൂണിയനുകളെ ചങ്ങലക്കിട്ടു. അടിയന്തരാവസ്ഥയുടെ അടിച്ചമർത്തലുകൾ നേരിട്ട നിരവധി പേർ ഇന്നും നമുക്കിടയിലുണ്ട്. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം സംഘപ്രവർത്തകർ ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ പ്രവർത്തനം തുടങ്ങി. കുരുക്ഷേത്രം എന്ന് പറയുന്ന ഒരു അണ്ടർഗ്രൗണ്ട് ന്യൂസ് പേപ്പർ വരെ ഇറക്കി. ഇത് കണ്ടുപിടിക്കാനായിട്ട് പോലീസ് 4 ഭാഗത്തും പ്രയാണം തുടങ്ങി. കണ്ണി കാണുന്നവരെയും സംശയം തോന്നിയവരെയൊക്കെ പാതിരാത്രിക്ക് വീടുകളിൽ ചെന്ന് പിടിച്ചറക്കൊണ്ട് ക്രൂരമായ പീഡനങ്ങൾ കൊടുത്ത്, എന്നിട്ടും സാധിച്ചില്ല. അതിനെതിരെ അടിയന്തരാവസ്ഥയ്ക്കെതിരെ സത്യാഗ്രഹ സമരം നടത്തി
ഇതിൽ നിന്ന് രാഷ്ട്രത്തെ മോചിതനാക്കാൻ വേണ്ടി സംഘം തീരുമാനമെടുത്ത് അതിൻ്റെ ഫലമായിട്ട് 1975 നവംബർ 20 ഞാനും 10 പേരും കൂടെ അങ്ങനെ 11 പേര് ആലപ്പുഴ ട്രാൻസ്പോർട്ട് സ്റ്റാൻഡിന് മുമ്പിൽ രാവിലെ 10 മണിക്ക് ലഘുലേഖയും മറ്റ് കാര്യങ്ങളൊക്കെ വിതരണം ചെയ്തുകൊണ്ട് ഞങ്ങൾ ഒന്നിച്ചുകൂടി അടിയന്തരാവസ്ഥയ്ക്കെതിരെ മുദ്രാവാക്യം മുഴക്കി ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ ഞങ്ങളുടെ ബാച്ച് ലീഡറായിരുന്ന മാവേലിക്കര താലൂക്ക് പ്രചാരക്കാരുന്ന ശിവദാസൻ അദ്ദേഹം പ്രസംഗിച്ച് ഏകദേശം ഒരു 1/4 മണിക്കൂർ അങ്ങനെ പ്രസംഗം നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ആലപ്പുഴ സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു വലിയ വണ്ടി വന്ന് ഞങ്ങളെല്ലാവരും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ചെന്ന ആ സമയം മുതൽ തന്നെ ഞങ്ങൾക്ക് ക്രൂരമായ പീഡനങ്ങൾ തുടങ്ങി. അതിൻ്റെ ഉദ്ഘാടനം അന്നത്തെ സബ് ഇൻസ്പെക്ടറായിരുന്ന ശ്രീനിവാസനായിരുന്നു. ഇസ്പേഡ് ഗോപി എന്ന് പറയുന്ന നരാധമൻ ആലപ്പുഴക്കാരനാണ്. കരുണാകരൻ്റെ അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ ഭക്തനായിരുന്നു. അതുകൊണ്ട് വെറും ഒരു ഓഫീസറായിരുന്ന അയാളെ എമർജൻസി സ്പെഷ്യൽ സ്ക്വാഡ് എന്നുള്ള രീതിയിൽ ഒരു പവർ കൊടുത്തിട്ട് അതിൻ്റെ DYSP ആക്കി. അങ്ങനെ ആലപ്പുഴ ജില്ലയിൽ എവിടെയൊക്കെ സംഘപ്രവർത്തകരുണ്ട് അവരെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് അതിക്രൂരമായ പീഡനങ്ങൾ പറഞ്ഞറിയിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ പീഡനങ്ങൾ. പക്ഷേ ഇന്നും ജീവച്ഛവമായിട്ട് ജീവിക്കുന്ന കുറച്ച് പേര് ഇന്നുമുണ്ട്. ഇന്നത്തെ അവരെ സഹായിക്കാനോ അവരുടെ കാര്യം അന്വേഷിക്കാനോ ഒരു പ്രസ്താവനവും പിന്നീട് വന്നില്ല. പിന്നീട് വന്ന കേന്ദ്ര ഗവൺമെൻറ് അവരെ അനുഭാവപൂർവ്വം നോക്കണം. അന്ന് ഇന്നും ഞങ്ങൾക്ക് ഒരേ ഒരു ഡിമാൻഡേ ഉള്ളൂ, ഇത് 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് പ്രഖ്യാപിക്കണം. ഇന്ദിരാഗാന്ധിയുടെ ഏകാധിപത്യത്തിനെതിരെ പൊരുതിയ ഞങ്ങൾ ഈ ശാരീരികമായ പീഡനങ്ങളേറ്റ് ഇന്നും വേലയെടുത്ത് തിന്നാൻ മേലെ ജീവിച്ചിരിക്കുന്ന കുറച്ച് പേര് ജീവിച്ചിരിപ്പുണ്ട്. അവരെ സഹായിക്കേണ്ട ഒരു ധാർമ്മിക ഉത്തരവാദിത്തം ഗവൺമെൻറ്റിനില്ലേ. പീഡനങ്ങൾ അനുഭവിച്ച വ്യക്തികളിൽ പലരും തന്നെ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ ജീവിച്ചിരിക്കുന്നു എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. ജീവശവങ്ങളായിട്ടാണ് ഇന്ന് അവരെല്ലാവരും നിലകൊള്ളുന്നത്. അവരുടെ രോഗാവസ്ഥയും അവരുടെ ആരോഗ്യാവസ്ഥയും കണ്ട് നമ്മുടെ നേതൃത്വം, നമ്മുടെ ഭരണകൂടം ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിത്വങ്ങളെ ഒന്ന് അംഗീകരിക്കുവാനോ മാനിക്കുവാനോ ഉള്ള മനസ്സിൽ കാണിക്കണം. നരേന്ദ്രമോദിജി ഈ ഭാരതത്തിലുള്ള എത്ര ചെറിയ കാര്യങ്ങളാണെങ്കിലും വലിയ കാര്യങ്ങളാണെങ്കിലും സസൂക്ഷ്മം പരിശോധിച്ചുകൊണ്ട് അതിനുവേണ്ട നടപടികളെല്ലാം ദ്രുതഗതിയിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്നൊരു ഭരണകൂടവും നേതൃത്വവുമാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ പതിഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയിക്കാവുന്ന രീതിയിൽ ഞങ്ങളിപ്പോൾ മനസ്താപപ്പെട്ടുകൊണ്ടിരിക്കുന്നൊരു കാലഘട്ടമാണ്. വേറെ ഒന്നും വേണ്ട, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതൊരു 2ാം സ്വാതന്ത്ര്യ സമരമായിട്ട് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങളെ ഒന്ന് ആശ്വസിപ്പിക്കണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ സമയത്ത് ഈ അടിയന്തരാവസ്ഥയുടെ 50ാം വർഷം ആചരിക്കുമ്പോഴും ഇതൊരു ഹത്യാദിനമായിട്ട് പാർലമെൻറ്റിൽ അംഗീകരിച്ചെങ്കിൽ പോലും ഞങ്ങളുടെ മനസ്സിലേക്കൊരു സംതൃപ്തി അടയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കൊരു അംഗീകാരം ഈ ഗവൺമെൻറ് തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നത്. അത് മാനിക്കണമെന്ന് മാത്രമാണ് എനിക്ക് ഈ നിമിഷത്തിൽ പറയുവാനുള്ളത്. ഇന്ത്യ എന്നാൽ ഇന്ദിര, ഇന്ദിര എന്നാൽ ഇന്ത്യ തുടങ്ങിയ വാഴ്ത്തുപാട്ടുകൾ മാത്രം രാജ്യമെങ്ങും മുഴങ്ങി. പോലീസ് ക്രൂരതകൾ നാടെങ്ങും അരങ്ങേറി. ഒരു പാർട്ടിക്കും അവരെ പിന്തുണയ്ക്കുന്ന കക്ഷികൾക്കും മാത്രമായിരുന്നു പ്രവർത്തന സ്വാതന്ത്ര്യം. 2 വർഷമാണ് ഈ കിരാതാവസ്ഥയിൽ രാജ്യം നെരിഞ്ഞമർന്നത്. 1977 മാർച്ചിൽ നടന്ന പൊതുതെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയും അവർ നയിച്ച കോൺഗ്രസും സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. ജനസംഘം, സ്വതന്ത്ര പാർട്ടി, ലോക്ദൾ തുടങ്ങിയ കക്ഷികളുടെ നേതാക്കൾ ജയിലിൽ വെച്ച് രൂപീകരിച്ച ജനതാ പാർട്ടിയാണ് അന്ന് തെരഞ്ഞെടുപ്പിൽ വിജയിച്ചത്. അവരുടെ നേതാവായ മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായി. ക്യാബിനറ്റിൻ്റെ ആദ്യത്തെ തീരുമാനം അടിയന്തരാവസ്ഥ പിൻവലിക്കുക എന്നതായിരുന്നു. രാഷ്ട്രപതി അതിന് അംഗീകാരം നൽകിയതോടെ രാജ്യത്തെ വലിഞ്ഞു മുറുക്കിയ അസ്വാതന്ത്ര്യത്തിൻ്റെ ചങ്ങലക്കെട്ട് പൊട്ടിത്തകർന്നു. ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും പുനഃസ്ഥാപിക്കപ്പെട്ടു. അരനൂറ്റാണ്ട് പിന്നിടുമ്പോഴും അടിയന്തരാവസ്ഥയുടെ നാളുകൾ ഉണങ്ങാത്ത മുറിവായി ഇന്നും അവശേഷിക്കുന്നു. ടൈം ന്യൂസ്, ആലപ്പുഴ. ജയറാം പടിക്കൽ എന്ന പോലീസ് ഓഫീസറെ വകവരുത്താനെത്തിയ സംഘത്തെ പിടികൂടിയത് ചേർത്തലയിലാണ്. അന്ന് ചേർത്തല SI ആയിരുന്ന പ്രഭാകരനാണ് ആ ആക്രമണ ദൗത്യം തകർത്തത്. ചേർത്തല നഗരസഭ 19ാം വാർഡിൽ സതീനിവാസിൽ N പ്രഭാകരൻ അടിയന്തരാവസ്ഥ കാലത്താണ് ചേർത്തല SI ആയി ചുമതലയേറ്റത്. അടിയന്തരാവസ്ഥ പിൻവലിക്കും വരെ N പ്രഭാകരൻ ചേർത്തല SI ആയി തുടർന്നു. ഇതിനിടെ നിരവധി പേരെ അറസ്റ്റ് ചെയ്തു, മർദ്ദനത്തിനും ഇരയാക്കി. മർദ്ദിച്ചിട്ടുണ്ടോ ചോദിച്ചാൽ ചെറുതായിട്ടൊക്കെ വേണ്ടി വന്നിട്ടുണ്ട്. അതിൽ തന്നെ നമ്മൾക്ക് പരിചയമുള്ള പലരും ഉണ്ടായിരുന്നു. അല്ല, അങ്ങനെ മർദ്ദിച്ചിട്ടില്ല. റീസണബിളായിട്ടേ ഉള്ളൂ. കാര്യം പശ്ചാത്താപിക്കാൻ മാത്രമുള്ള രീതിയിൽ ഞാൻ അങ്ങനെ അങ്ങ് ചെയ്യത്തില്ല. അതെൻ്റെ ഒരു ക്വാളിറ്റിയാണ്. ഞാൻ
പോലീസിലായതുകൊണ്ട് ഉപദ്രവിക്കുന്നാലും 95% ന്യായമായിരിക്കും. പിന്നെ എന്തെങ്കിലും പറ്റുന്നെങ്കിൽ അറിയാതെ ആയിരിക്കും. അത് കാരണം എനിക്ക് ഇപ്പോഴും അതിൻ്റെ അകത്ത് ഒരു ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ കമ്മീഷൻ വന്ന് തെളിവ് കുറേ കേസുകളൊക്കെ എനിക്കാണ്. അന്ന് ആദ്യമേ എൻ്റെ പേരുണ്ടായിരുന്നു പറഞ്ഞ് പിന്നെ അവർ തന്നെ എൻ്റെ പേര് ഒഴിവാക്കി. കേരളത്തിൽ ക്രൂരമായ ആക്രമണങ്ങൾക്ക് നേതൃത്വം നൽകിയ DIG ആയിരുന്ന ജയറാം പടിക്കലിനെ വകവരുത്താൻ തയ്യാറായി എത്തിയ നക്സൽ സംഘത്തിൽപ്പെട്ടവരെ ചേർത്തലയിൽ വെച്ച് പ്രഭാകരനാണ് പിടികൂടിയത്. ഈ സുരേന്ദ്രബാബു കിടന്നുറങ്ങുന്നുണ്ട്, ഒരു തച്ചുപായിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഞങ്ങളെ ചെല്ലുന്ന ആ സൗണ്ട് കേട്ടപ്പോൾ ഇവൻ പെട്ടെന്ന് ചാടി എഴുതും. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് മറ്റേ റെസ്റ്റ് ഉറങ്ങുകയായിരുന്നു. ഞങ്ങളുടെ ചെല്ലുന്ന കാൽപെരുമാറ്റം സൗണ്ടും കേട്ടിട്ട് ഇവൻ പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പിന്നെ തലേണ ഒരു റിവോൾവർ എടുത്ത് ഞങ്ങൾ ആക്ട് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ അയാളെ ഇങ്ങനെ പിടിച്ച് കസ്റ്റഡിയിലെടുത്തു. പിന്നെ പ്രയോഗിക്കാനൊന്നും അനുവദിച്ചില്ല. അല്ല, അവിടെ നിന്ന് ഇയാളെ ക്രൈം ബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. അപ്പോൾ പിന്നീട് അറിഞ്ഞത് ഈ വന്നയാൾ ഒരു എന്തോ വിവരമായിട്ട് വന്നതാണ്. പിന്നെ ഈ ശശി എന്ന് പറഞ്ഞ ഞങ്ങൾ അറസ്റ്റ് ചെയ്തയാൾ. അപ്പോൾ വന്നിട്ട് അന്ന് രാത്രി ഈ ഇവർ 2-3-4 പേര് ബൈക്കിൽ എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഈ ജയറാം പടിക്കൽ അത് അവിടെ വരും. അങ്ങ് വന്നു കഴിഞ്ഞാൽ അറ്റാക്ക് ചെയ്യാനായിട്ടാണ് ഇവർ ഈ തോക്കൊക്കെ ആയിട്ട് പ്രിപ്പയർ ആയിരുന്നു. പക്ഷെ ഞങ്ങൾ അറസ്റ്റ് ചെയ്ത കാരണം അവരുടെ ആ ഒരു പ്ലാൻ നടന്നില്ല. അന്ന് സുരേന്ദ്രബാബുവിനെ പിടികൂടിയതിനാൽ ജയറാം പടിക്കലിനെതിരെയുള്ള ആക്രമണ ദൗത്യം പാളി. ഇത് അധികമാർക്കും അറിയില്ലെന്നും പ്രഭാകരൻ പറഞ്ഞു. RSS, CPM, ചില നക്സൽ സംഘടനകൾ എന്നിവയാണ് അടിയന്തരാവസ്ഥ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയതെന്നും അടിയന്തരാവസ്ഥ ഇനി ഉണ്ടാവരുതെന്നാണ് ആഗ്രഹമെന്നും പ്രഭാകരൻ പറഞ്ഞു. ടൈം ന്യൂസ്, ചേർത്തല. അടിയന്തരാവസ്ഥയിലെ പീഡനങ്ങളുടെ ആഘാതത്തിൽ നിന്ന് മോചിതയാകാത്ത ഒരു വീട്ടമ്മ ഇപ്പോഴുമുണ്ട്. ചേർത്തല മുനിസിപ്പൽ 23-ാം വാർഡിൽ ശകുന്തലാലയം കിഴക്കേ മാതാപ്പള്ളി ശകുന്തളയാണ് ആ വീട്ടമ്മ. അടിയന്തരാവസ്ഥയിലെ പീഡനങ്ങളുടെ ആഘാതത്തിൽ നിന്ന് മോചിതയാകാത്ത ഒരു വീട്ടമ്മ ഇപ്പോഴുമുണ്ട്. ചേർത്തല മുനിസിപ്പൽ 23-ാം വാർഡിൽ ശകുന്തലാലയം കിഴക്കേ മാതാപ്പള്ളി ശകുന്തളയാണ് ആ വീട്ടമ്മ. ചേർത്തല കോടതിയിലെ അഭിഭാഷകനായിരുന്ന GN നായരുടെ ഭാര്യ ശകുന്തളയ്ക്ക് തന്റെ ഭർത്താവിന് അക്കാലത്ത് നേരിടേണ്ടി വന്ന പീഡനങ്ങൾ എന്നും മനസ്സു നോവുന്ന ഓർമ്മകളാണ്. ഒത്തിരി കഷ്ടപ്പാടും ദുഃഖങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. കൊച്ചിന് പലപ്പോഴും മേടിച്ചു കൊടുക്കാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ട്. ഒത്തിരി കഷ്ടപ്പെട്ട് സങ്കടത്തോടു കൂടിയാണ് പറയണത്. ഞാൻ സങ്കടപ്പെടുമ്പോൾ എൻ്റെ കൂട്ടത്തിൽ സങ്കടപ്പെടാൻ ആരുമില്ലായിരുന്നു, ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർ ചേട്ടനെ പിടിച്ചുകൊണ്ട് പോയി അടുക്കുകയൊക്കെ ചെയ്യായിരുന്നു. ഭക്ഷണം പോലും കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. ഇതൊക്കെ ഓർക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കേരള യുവജന ആലപ്പുഴ ജില്ലാ സെക്രട്ടറി ആയിരുന്ന വേളയിലാണ് GN നായർ അറസ്റ്റിലായത്. അടിയന്തരാവസ്ഥയ്ക്കും ഇന്ദിരാഗാന്ധിക്കും എതിരെയുള്ള പ്രസംഗങ്ങളാണ് GN നായരുടെ അറസ്റ്റിൽ കലാശിച്ചത്. അന്ന് ചേർത്തല പട്ടണത്തിൽ ദീപക് ട്യൂട്ടോറിയൽ നടത്തുകയായിരുന്നു അദ്ദേഹം. ഒപ്പം ക്രോസ് ബെൽറ്റ് എന്ന പത്രത്തിന്റെ പത്രാധിപരുമായിരുന്നു. ഇതിലൂടെ അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. മൊത്തം 1 വർഷത്തോളം അദ്ദേഹം ജയിലിലായിരുന്നു. ഈ സമയത്ത് ശകുന്തളയും പറക്കമറ്റാത്ത 2 പെൺകുഞ്ഞുങ്ങളും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. ഞാൻ അഡ്വക്കേറ്റ് GN നായരുടെ ഇളയ മോളാണ്. 1975 ജൂൺ 25-ാം തീയതി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ഈ അടിയന്തരാവസ്ഥയ്ക്കെതിരെ അച്ഛൻ ഒത്തിരി എതിർപ്പുള്ള സമ്മേളനങ്ങളും എല്ലാം നടത്തിയ ആളാണ്. ഇതേ തുടർന്ന് അച്ഛൻ ഒത്തിരി പീഡനങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. അച്ഛൻ ഒരു പൊതുസമ്മേളനം നടത്തിയായിരുന്നു 28-ാം തീയതി. ആ സമ്മേളനം കഴിഞ്ഞ് ഒരു ദിവസം 29-ാം തീയതി ആയപ്പോൾ അച്ഛനൊരു ട്യൂട്ടോറിയൽ ഉണ്ടായിരുന്നു. അവിടെ വെച്ച് പോലീസുകാർ അച്ഛനെ കൂട്ടമായി ബലമായി പിടിച്ചുകൊണ്ട് പോയി കുറേ മർദ്ദിക്കുകയും ഇഷ്ടംപോലെ ഭക്ഷണങ്ങൾ കൊടുക്കാതിരിക്കുകയും ഒക്കെ പീഡനങ്ങളുണ്ടായിരുന്നു. പിന്നെ വീണ്ടും ഒരു അറസ്റ്റ് ഉണ്ടായിരുന്നു 1976. ഇത് 2-3 പ്രാവശ്യം ഇതേ തുടർന്നുള്ള അറസ്റ്റ് ഉണ്ടായി. അച്ഛൻ്റെ ശാരീരികമായിട്ടുള്ള അവയവങ്ങൾ മൂത്രം പോലും പോകാത്ത അവസ്ഥകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് ഈ ഒരു അവസരത്തിൽ ഞാൻ മകളെന്നുള്ള രീതിയിൽ ഇതിനെക്കുറിച്ച് ഒന്ന് പറയാനായിട്ടാണ്. ഓർക്കുമ്പോൾ തന്നെ അമ്മയാണെങ്കിലും ഒത്തിരി ഇത് അനുഭവിച്ച ഒരാളാണ്. അമ്മ ഇതിൻ്റെ മാനസിക വിമുഖത്തിൽ നിന്നും മാറിയിട്ടില്ല. ഒരു തിരിച്ചച്ഛൻ ഈ ജയിലിൽ നിന്ന് വരുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ട രീതിയിലാണ്. ട്യൂട്ടോറിൽ പോയി, എല്ലാം പോയി. പിന്നെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ പരിഹാസങ്ങളും അച്ഛൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും ഈ ജയിൽവാസത്തെക്കുറിച്ചും എല്ലാം പറഞ്ഞിരുന്നു. ഭർത്താവിന് ജയിലിലേറ്റ പീഡനങ്ങൾ കൊണ്ട് ശകുന്തള മാനസികമായി തകർന്നു. സാമൂഹ്യമായ ഒറ്റപ്പെടലുകൾ അവർ നേരിട്ടു.
പോലീസിന്റെ നിരീക്ഷണത്തിലായിരുന്നു ഇവരുടെ വീട്. 1 വർഷത്തിന് ശേഷം മോചിതനായ അദ്ദേഹം അഭിഭാഷക വൃത്തിയിലേക്ക് തിരിഞ്ഞു. 2024 ഓഗസ്റ്റ് 24 GN നായർ അന്തരിച്ചു. ടൈം ന്യൂസ്, ചേർത്തല. CPI ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ 27 മുതൽ 29 വരെ ഭരണിക്കാവിൽ നടക്കും. സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യുമെന്നും ഒരുക്കങ്ങൾ പൂർത്തിയായെന്നും ഭാരവാഹികൾ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതാദ്യമായിട്ടാണ് ഭരണിക്കാവ് പോലൊരു ഗ്രാമത്തിൽ വെച്ച് ജില്ലാ സമ്മേളനം നടക്കുന്നത്. സമ്മേളന നടത്തിപ്പിനുള്ള തയ്യാറെടുപ്പുകളെല്ലാം ഇതിനകം തന്നെ പൂർത്തീകരിച്ചു കഴിഞ്ഞു. 27-ാം തീയതി സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രമുഖനായിരുന്ന പുതുപ്പള്ളി രാഘവൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പതാക ജാഥ ആരംഭിക്കും. ശൂനാട് സമരത്തിലെ നായകരിൽ ഒരാളായ സി കെ കുഞ്ഞിരാമൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് ദീപശിഖ പ്രയാണം ആരംഭിക്കും. പാർട്ടി നേതാവായിരുന്ന മാവേലിക്കരയിലെ എസ് കരുണാകരക്കുറുപ്പൻ്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് കൊടിമര ജാഥകൾ ആരംഭിക്കും. 3 ജാഥകളും പര്യടനം നടത്തി പൊതുസമ്മേളന നഗറിലെത്തിച്ചേരും. അവിടെ പാർട്ടിയുടെ സീനിയർ നേതാവ് N. സുകുമാരപിള്ള പതാക ഉയർത്തും. തുടർന്ന് പാർട്ടിയുടെ ശതാബ്ദി ആഘോഷം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട സാംസ്കാരിക സദസ്സുണ്ടാകും. മന്ത്രി P. പ്രസാദ് സാംസ്കാരിക സദസ്സ് ഉദ്ഘാടനം ചെയ്യും. CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള ആലപ്പുഴ ജില്ലാ സമ്മേളനം ജൂൺ 27 മുതൽ 30 വരെ ഭരണിക്കാവിൽ നടക്കും. ജൂൺ 27-ന് ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് പുതുപ്പള്ളി രാഘവന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും പതാക ജാഥ ആരംഭിക്കും. AITUC ജില്ലാ സെക്രട്ടറി DP മധു ക്യാപ്റ്റനായ പതാക ജാഥ AIYF സംസ്ഥാന സെക്രട്ടറി TT ജിസ്മോൻ ഉദ്ഘാടനം ചെയ്യും. വള്ളികുന്നം CK കുഞ്ഞുരാമന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും AIYF ജില്ലാ സെക്രട്ടറി സനൂപ് കുഞ്ഞുമോൻ ക്യാപ്റ്റനായ ദീപശിഖ പ്രയാണം ആരംഭിക്കും. ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KG സന്തോഷ് ഉദ്ഘാടനം ചെയ്യും. മാവേലിക്കര S. കരുണാകരക്കുറുപ്പിന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്നും മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി ദീപ്തി അജയകുമാർ ക്യാപ്റ്റനായ കൊടിമര ജാഥ ആരംഭിക്കും. സംസ്ഥാന കൗൺസിൽ അംഗം A. ഷാജഹാൻ ഉദ്ഘാടനം ചെയ്യും. വിവിധ കേന്ദ്രങ്ങളിലെ സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങി ജാഥകൾ കോയിക്കൽ ചന്തയിൽ സംഗമിക്കും. മൂന്നാംകുറ്റിയിലെ K. ചന്ദ്രനുണ്ണിത്താൻ നഗറിലേക്ക് സാംസ്കാരിക വിളംബര ജാഥ ആരംഭിക്കും. സമ്മേളന നഗറിൽ N. സുകുമാരപിള്ള പതാക ഉയർത്തും. വൈകിട്ട് 5-ന് മൂന്നാംകുറ്റി ജംഗ്ഷനിൽ നടക്കുന്ന ശതാബ്ദി ആഘോഷ സാംസ്കാരിക സദസ്സ് മന്ത്രി P. പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. ഡോക്ടർ PK ജനാർദ്ദനക്കുറുപ്പ് അധ്യക്ഷനാകും. 28-ാം തീയതി രാവിലെ 10-ന് മൂന്നാംകുറ്റി CAM ഓഡിറ്റോറിയത്തിൽ സജ്ജമാക്കിയിട്ടുള്ള കാനം രാജേന്ദ്രൻ നഗറിൽ വിപ്ലവ ഗായിക PK മേദിനി പതാക ഉയർത്തും. സമ്മേളനം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉദ്ഘാടനം ചെയ്യും. സ്വാഗത സംഘം ചെയർമാൻ S. സോളമൻ സ്വാഗതം പറയും. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ, സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ, മന്ത്രിമാരായ K. രാജൻ, P. പ്രസാദ്, J. ചിഞ്ചുറാണി, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങളായ CN ജയദേവൻ, KK അഷറഫ് തുടങ്ങിയവർ സംസാരിക്കും. 29-ാം തീയതി രാവിലെ 9 മുതൽ പ്രതിനിധി സമ്മേളനം തുടരും. സമ്മേളനത്തിലുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി നേതാക്കൾ പറഞ്ഞു. ജില്ലാ സെക്രട്ടറി TJ ആഞ്ചലോസ്, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറിമാരായ PV സത്യനേശൻ, S. സോളമൻ, സ്വാഗത സംഘം ജനറൽ കൺവീനർ N. ശ്രീകുമാർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ടൈം ന്യൂസ്, ആലപ്പുഴ. ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ ജൂൺ 26 മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. ബസ് ഉടമകളുമായി നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം പിൻവലിച്ചത്. ശമ്പള വർധനവ് ആവശ്യപ്പെട്ട് ആലപ്പുഴ ജില്ലയിലെ സ്വകാര്യ ബസ് തൊഴിലാളികൾ ജൂൺ 26 മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല സമരം പിൻവലിച്ചു. റീജിയണൽ ജോയിന്റ് ലേബർ കമ്മീഷണർ ബസ് ഉടമകളുമായും തൊഴിലാളി സംഘടനാ നേതാക്കളുമായും നടത്തിയ ചർച്ചയിലാണ് തീരുമാനമായത്. ഇതിനെ തുടർന്നാണ് ജൂൺ 26 മുതൽ നടത്താനിരുന്ന അനിശ്ചിതകാല പണിമുടക്ക് പിൻവലിച്ചതായി നേതാക്കൾ അറിയിച്ചത്. ധാരണയനുസരിച്ച് ഡ്രൈവർക്കും കണ്ടക്ടർക്കും ക്ലീനർക്കും ദിവസവേതനത്തിൽ 125 രൂപയുടെ വർധനവുണ്ടാകും. വർധനവ് ജൂൺ 24 മുതൽ പ്രാബല്യത്തിലാകും. 2025 ഡിസംബർ 31 വരെയാണ് കരാർ കാലാവധി. ബസ് ഉടമ സംഘടനാ പ്രതിനിധികളും CITU, AITUC, BMS യൂണിയൻ നേതാക്കളുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. ടൈം ന്യൂസ്, ആലപ്പുഴ. കായലിൽ കക്ക വാരുന്നതിനിടയിൽ തൊഴിലാളികളെ നീർനായ ആക്രമിച്ചു. വേമ്പനാട്ട് കായലിൽ പാണാവള്ളി ഭാഗത്താണ് സംഭവം. ചൊവ്വാഴ്ച പാണാവള്ളി അഞ്ചുതുരുത്ത് ഭാഗത്ത് കായലിൽ കക്ക വാരുന്നതിനിടയിൽ പാണാവള്ളി പഞ്ചായത്ത് 8-ാം വാർഡ് അഞ്ചുതുരുത്ത് കോടാലിച്ചിറ സജീവനാണ് കടിയേറ്റത്. സജീവിന്റെ കാലിന്റെ തുടഭാഗത്ത് നീർനായ മാന്തിയ നിലയിലാണ് ഉള്ളത്. കാൽപാദത്തിൽ കടിയേറ്റിട്ടുമുണ്ട്. മുറിവേറ്റ നിലയിൽ സജീവൻ പാണാവള്ളിയിലെ സ്വകാര്യ ക്ലിനിക്കിൽ ചികിത്സ തേടി. അഞ്ചുതുരുത്തിന് കിഴക്ക് ഭാഗത്ത് തിങ്കളാഴ്ച രാവിലെ 10 മണിയോടെയാണ് കടിയേറ്റത്. സജീവനെ ഒരാഴ്ചയ്ക്ക് മുൻപും നീർനായ ആക്രമിച്ചിരുന്നു.
കഴിഞ്ഞയാഴ്ചയിൽ 4 പേരെ നീർനായകൾ ആക്രമിച്ചിരുന്നു. ഇവർ വിവിധ ആശുപത്രികളിൽ ചികിത്സ തേടി. ഇതിനോടകം തന്നെ 20-ലധികം പേരെ നീർനായകൾ കടിച്ചിട്ടുണ്ട്. നീർനായകളുടെ ആക്രമണം വർദ്ധിച്ചതോടെ കക്കാവാരൽ തൊഴിലാളികൾക്ക് കായലിലിറങ്ങി തൊഴിൽ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയാണ്. ഈ സ്ഥിതി തുടർന്നാൽ കക്കാവാരൽ തൊഴിലാളികളുടെ വീടുകൾ പട്ടിണിയിലാവുമെന്ന ആശങ്കയുണ്ട്. അധികൃതർ ഇതുവരെ ഈ പ്രശ്നത്തിൽ ഇടപെട്ടിട്ടില്ലെന്നാണ് തൊഴിലാളികൾ ആരോപിക്കുന്നത്. ടൈം ന്യൂസ്, ചേർത്തല. 2013 കേദാർനാഥ് ദുരന്തത്തിന്റെ 12ാം വാർഷികമായ ജൂൺ 25-ന് ആലപ്പുഴ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചേർത്തല പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ധീരജവാൻ ജോമോൻ ജോർജിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. 2013 കേദാർനാഥ് വെള്ളപ്പൊക്കം ഇന്ത്യയുടെ ചരിത്രത്തിലെ വിനാശകരമായ പ്രകൃതി ദുരന്തമായി ഓർമ്മിക്കുന്നു. കേദാർനാഥ് ക്ഷേത്ര ദർശനത്തിനെത്തിയ ആയിരക്കണക്കിന് ആൾക്കാർക്ക് ജീവൻ നഷ്ടപ്പെട്ട ആ കറുത്ത ദിവസത്തിൽ സഹായഹസ്തവുമായി എത്തിയ ഇന്ത്യൻ കരസേനയും വ്യോമസേനയും ദേശീയ ദുരന്ത നിവാരണ സേനയും വിവിധ തദ്ദേശ ഏജൻസികളും കൈകോർത്ത ഒരുപാട് ജീവനുകളെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നു. ക്ഷേത്ര പരിസരത്തെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ 2013 ജൂൺ 25-ന് ഹെലികോപ്റ്റർ അപകടത്തിൽ ചേർത്തല പള്ളിപ്പുറം സ്വദേശിയായ ധീരജവാൻ ജോമോൻ ജോർജ് വീര്യമൃത്യു വരിച്ചിരുന്നു. ദുരന്തത്തിന്റെ 12ാം വാർഷികമാണ് ജൂൺ 25. ആലപ്പുഴ ജില്ലയിലെ സൈനിക കൂട്ടായ്മയായ സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് ചേർത്തല പള്ളിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന ധീരജവാൻ ജോമോൻ ജോർജിന്റെ സ്മൃതി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി. പുഷ്പാർച്ചനയ്ക്ക് ശേഷം പിതാവ് ജോർജിനെ ആദരിച്ചു. ജോമോൻ ജോർജിന്റെ പിതാവായ ജോർജ് പുഷ്പചക്രം അർപ്പിച്ചു. പുഷ്പാർച്ചനയുമായി അമ്മ, സഹോദരി, ബന്ധുക്കൾ, നാട്ടുകാർക്കൊപ്പം സോൾജിയേഴ്സ് ഓഫ് ഈസ്റ്റ് വെനീസ് അംഗങ്ങളായ ബാബുലാൽ, ശ്രീകുമാർ, മഹേഷ്, ബിനിൽ, സുനിൽകുമാർ എന്നിവരും പങ്കെടുത്തു. ടൈം ന്യൂസ്, ചേർത്തല. ജോയിന്റ് കൗൺസിൽ ചേർത്തല മേഖലാ കൺവെൻഷനും യാത്രയപ്പ് സമ്മേളനവും നടന്നു. ജോയിന്റ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് സർവീസ് ഓർഗനൈസേഷൻ ചേർത്തല മേഖലാ കൺവെൻഷനും മുൻ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാറിന്റെ യാത്രയപ്പും സംഘടിപ്പിച്ചു. ചേർത്തല NSS യൂണിയൻ ഹാളിൽ നടന്ന കൺവെൻഷനും യാത്രയപ്പും ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഹരിദാസ് തിറവങ്കര ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സമ്മേളനം പതിവിൽ നിന്ന് വ്യത്യസ്തമായി നമ്മുടെ സമ്മേളനം രൂപീകരിക്കപ്പെട്ടിട്ട് 56 വർഷം പിന്നിടുകയാണ്. ഈ സംഘടന 46,750 പേരിലേക്ക് വളർന്നതിന് പിന്നിൽ ത്യാഗനിർഭരമായിട്ടുള്ള ഒരുപാട് പൂർവ്വസൂരികളുടെ ചോരയും വിയർപ്പുമുണ്ട്. ഒരുപാട് പേരുടെ രക്തസാക്ഷിത്വമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 56ാം വാർഷിക സമ്മേളനം അത്തരം പൂർവ്വസൂരികളുടെ ഈ പ്രസ്ഥാനത്തിന്റെ വളർച്ചയിൽ നമ്മെ നയിച്ച ഈ പൂർവ്വസൂരികളുടെ സ്മൃതി കുടീരങ്ങളിൽ നിന്നും അവരുടെ സ്മൃതി പതാകകൾ ഏറ്റുവാങ്ങിക്കൊണ്ട് 56 സ്മൃതി പതാകകൾ ഈ പാലക്കാട് സ്മൃതി പതാകകൾ ഉയർത്തണമെന്ന് നമ്മൾ തീരുമാനിച്ചു. 56 സ്മൃതി പതാകകൾ ഉയർത്തുമ്പോൾ ആ സ്മൃതി പതാകകൾ വെറുതെ ഉയർത്തുകയായിരുന്നില്ല. വളരെ ആവേശോജ്വലമായി ആ സ്മൃതി പതാകകൾ ഏറ്റുവാങ്ങിയ ഒരു ജില്ല എന്ന് പറയുന്നത് ആലപ്പുഴയാണ്. ജോയിന്റ് കൗൺസിൽ മേഖലാ പ്രസിഡന്റ് അൻസാർ അധ്യക്ഷത വഹിച്ചു. ജോയിന്റ് കൗൺസിൽ മുൻ സംസ്ഥാന ട്രഷറർ PS സന്തോഷ് കുമാറിന് യോഗം യാത്രയപ്പ് നൽകി. ജില്ലാ പ്രസിഡന്റ് C പ്രസാദ്, ജില്ലാ ട്രഷറർ VD അബു, സംസ്ഥാന കൗൺസിൽ അംഗം V തങ്കച്ചൻ, മേഖലാ സെക്രട്ടറി M ശ്രീകുമാർ, മേഖലാ ട്രഷറർ R രശ്മി, R ഐശ്വര്യ, TM ഷിജിമോൻ, അരുൺ കാർത്തിക് തുടങ്ങിയവർ സംസാരിച്ചു. 12ാം ശമ്പള പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കണമെന്നും തടഞ്ഞു വെച്ചിരിക്കുന്ന ആനുകൂല്യങ്ങൾ ജീവനക്കാർക്ക് ലഭ്യമാക്കണമെന്നും ചേർത്തല മേഖലാ കൺവെൻഷൻ ആവശ്യപ്പെട്ടു. ടൈം ന്യൂസ്, ചേർത്തല. ആലപ്പുഴ ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. ആലപ്പുഴ ഡിസ്ട്രിക്ട് മോട്ടോർ വർക്കേഴ്സ് യൂണിയൻ CITU ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെമ്പർഷിപ്പ് വിതരണവും തൊഴിലാളികളുടെ മക്കൾക്ക് പഠനോപകരണങ്ങളും വിതരണം ചെയ്തു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം NR ബാബുരാജ് ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10-11 വർഷത്തിനുള്ളിൽ എണ്ണവില 100% അപ്പുറം ഒരു 120% എണ്ണവില വർദ്ധിച്ചു. അതിൻ്റെ പുറമെ സ്പെയർ പാർട്സിൻ്റെ വിലയോടൊപ്പം ആരും ചർച്ച ചെയ്യാത്ത 28% GST. ഒരു 100 രൂപയുടെ സാധനം മേടിച്ചാൽ 128 രൂപ കൊടുക്കും. ബില്ല് വരുമ്പോൾ 128 രൂപയാവും. ഈ നിലയിൽ ചെലവ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ എണ്ണവില കൂടുന്നതനുസരിച്ച് കൂട്ടാം, കുറയുന്നതനുസരിച്ച് കുറയ്ക്കാമെന്നാണ് പറഞ്ഞത്. എപ്പോഴാണ് പറഞ്ഞത്? ഒരു ബാരൽ എണ്ണയ്ക്ക് $125 വിലയുണ്ടായിരുന്ന സമയത്താണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് അധികാരത്തിൽ വരുമ്പോൾ കാളവണ്ടിയൊക്കെ വലിച്ചതാണ്. ലിറ്ററിന് 65 രൂപയുള്ളപ്പോഴാണ് കാളവണ്ടി വലിച്ചത്. പിന്നീട് പ്രസിഡന്റായ സുരേന്ദ്രൻ കാളവണ്ടി വലിച്ചത് ലിറ്ററിന് 65 രൂപ ഉണ്ടായിരുന്നപ്പോഴാണ് സമരം നിർത്താൻ. അന്നേരമാണ് ആ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞത് ഇന്ത്യയിൽ 50 രൂപയ്ക്ക് പെട്രോൾ തരും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ 50 രൂപയ്ക്ക് പെട്രോൾ തരുമെന്ന് പറഞ്ഞത്. പലരും തെറ്റിദ്ധരിച്ചു. ഈ ദുസ്സഹമായ വിലയിൽ നിന്ന് കുറവ് കിട്ടും, കുറയുമ്പോൾ കുറയ്ക്കും, കൂട്ടുമ്പോൾ കൂട്ടാന്നാണല്ലോ പറഞ്ഞത്. പക്ഷേ ഫലത്തിൽ എന്താ സംഭവിച്ചത്? അന്താരാഷ്ട്ര മാർക്കറ്റിൽ $125 ഒരു ബാരൽ എണ്ണയ്ക്കുണ്ടായിരുന്നത് കുറഞ്ഞ് $75
ഇപ്പം ഇന്നലെ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള യുദ്ധം വെടിനിർത്തം പ്രഖ്യാപിച്ചപ്പോൾ വീണ്ടും എണ്ണവില കുറഞ്ഞു. യൂണിയൻ പ്രസിഡന്റ് ജി സുരേഷ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ സെക്രട്ടറി PN സന്തോഷ് സ്വാഗതവും യൂണിയൻ ഏരിയ വൈസ് പ്രസിഡന്റ് P സോയിമോൻ, ഏരിയ കൺവീനർ സരുൺ എന്നിവർ പങ്കെടുത്തു. ജില്ലാ വൈസ് പ്രസിഡന്റ് എബ്രഹാം നന്ദി രേഖപ്പെടുത്തി. ടൈം ന്യൂസ് ചേർത്തല. മുഹമ്മദ് മദർ തെരേസ ഹൈസ്കൂളിൽ ജൂൺ 26 മെറിറ്റ് ഡേ ആഘോഷം സംഘടിപ്പിക്കുന്നു. 2025 ജൂൺ 26 വ്യാഴാഴ്ച 1:30 നടത്തുന്ന എക്സലൻഷ്യ 2025 മെറിറ്റ് ഈവനിംഗ് സെറമണിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കുട്ടികളുടെ വളർച്ചയിൽ സന്തോഷിക്കുക, അഭിമാനിക്കുക, അവരെ ചേർത്ത് നിർത്തുക, നമ്മുടെ സ്കൂളിന്റെ ഒപ്പമാകാം. മുഹമ്മദ് മദർ തെരേസ ഹൈസ്കൂളിൽ മെറിറ്റ് ഡേ ആഘോഷം സംഘടിപ്പിക്കുന്നു. അധ്യയന വർഷത്തിൽ SSLC പരീക്ഷയിൽ ഫുൾ A+ നേടിയ 24 വിദ്യാർത്ഥികളെയും NMMS സ്കോളർഷിപ്പിന് അർഹരായവരെയും പ്രത്യേകമായി അനുമോദിക്കുന്നു. ആലപ്പുഴ ഡെപ്യൂട്ടി ഡെവലപ്മെന്റ് കമ്മീഷണർ ഫിലിപ്പ് ജോസഫ് ഉദ്ഘാടനം ചെയ്യും. എറണാകുളം റൂറൽ ഡിസ്ട്രിക്ട് DYSP VT ഷാജൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും. റവറൻ ഫാദർ ഡോക്ടർ ജെയിംസ് മുല്ലശ്ശേരി CMI, റവറൻ ഫാദർ പോൾ തുണ്ടുപറമ്പിൽ CMI, മുഹമ്മ പഞ്ചായത്ത് വാർഡ് മെമ്പർ വിഷ്ണു, PTA പ്രസിഡന്റ് CP ദിലീപ്, മുൻ ഹെഡ് മിസ്ട്രസ് ത്രേസ്യാമ ആന്റണി തുടങ്ങിയ വിശിഷ്ട വ്യക്തികൾ കുട്ടികൾക്ക് ആശംസകൾ അർപ്പിക്കും. മദർ തെരേസ ഹൈസ്കൂൾ അഡ്മിനിസ്ട്രേറ്റർ റവറൻ ഫാദർ ഷാജി ഏനേക്കാട് CMI, മുഹമ്മ KE കാർമൽ സ്കൂൾ പ്രിൻസിപ്പൽ സാംജി വടക്കേടം CMI, മുഹമ്മ KE കാർമൽ സ്കൂൾ ബർസാർ റവറൻ ഫാദർ സാനു വലിയ വീട് CMI, മുഹമ്മ മദർ തെരേസ ഹൈസ്കൂൾ മുൻ ഹെഡ് മാസ്റ്റർ ജെയിംസ് കുട്ടി P എന്നിവരും പങ്കെടുക്കുന്നു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറും. ടൈം ന്യൂസ് ആലപ്പുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഈ വർഷം കേരളത്തിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ടേൺ ഓവർ ആദ്യമായി 5000 കോടിക്ക് മുകളിലെത്തിയെന്ന് മന്ത്രി P രാജീവ്. സിൽക്ക് സുവർണ ജൂബിലി ആഘോഷം ചേർത്തലയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. അന്തർദേശീയ ലഹരി വിരുദ്ധ ദിനാചരണത്തിന്റെ ഭാഗമായി നാശാമുഖ് ഭാരത് അഭിയാനുമായി സഹകരിച്ച് സാമൂഹ്യനീതി വകുപ്പ് നടത്തുന്ന തോൽപ്പാവക്കൂത്ത് പാവനാടകവണ്ടി ജില്ലയിൽ യാത്ര തുടങ്ങി. ഇന്ത്യയുടെ രാഷ്ട്രീയ ചിത്രത്തിലെ കറുത്ത അധ്യായമായ അടിയന്തരാവസ്ഥയ്ക്ക് അരനൂറ്റാണ്ട്. ജനാധിപത്യവും പൗരസ്വാതന്ത്ര്യവും മാനവികതയും നിഷ്ഠൂരമായി അടിച്ചമർത്തിയ അധികാരഗർവിന്റെ അടയാളപ്പെടുത്തൽ. ജയറാം പടിക്കൽ എന്ന പോലീസ് ഓഫീസറെ വകവരുത്താനെത്തിയ സംഘത്തെ പിടികൂടിയത് ചേർത്തലയിലാണ്. അന്ന് ചേർത്തല SI ആയിരുന്ന പ്രഭാകരനാണ് ആ ആക്രമണ ദൗത്യം തകർത്തത്. അടിയന്തരാവസ്ഥയിലെ പീഡനങ്ങളുടെ ആഘാതത്തിൽ നിന്ന് മോചിതയാകാത്ത ഒരു വീട്ടമ്മ ഇപ്പോഴുമുണ്ട്. ചേർത്തല മുനിസിപ്പൽ 23-ാം വാർഡിൽ ശകുന്തളാലയം കിഴക്കേമാതാപ്പള്ളി ശകുന്തളയാണ് ആ വീട്ടമ്മ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.